ഇത് NSEയുടെ ഒരു പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. ഈ ശനിയാഴ്ച, അതായത് 2025 ഫെബ്രുവരി 1 മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. എന്തിന് ഓപ്പൺ ആകണം? ശനിയാഴ്ച എന്തിന് ഓപ്പൺ ആകണം? തിങ്കൾ മുതൽ വെള്ളി വരെ മാർക്കറ്റ് ടൈമിംഗ് ആണ്. ശനി ഞായറും ഹോളിഡേ ആണ്. സോ എന്തിന് ഈ ശനിയാഴ്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആകണം? ഇത് റീറ്റെയിലേഴ്സിന്റെ ഫേവറിലാണോ അതോ കോർപ്പറേറ്റിന്റെ ഫേവറിലാണോ? ആർക്ക് വേണ്ടിയിട്ടാണ് ശനിയാഴ്ചത്തെ ഈ മാർക്കറ്റ് NSE അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നോട്ട് നിരോധനവും GSTയും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന സ്ഥാനം ഇന്ത്യക്ക് നഷ്ടപ്പെടുത്തി. മോദി സർക്കാരിന്റെ ഭരണകാലത്തിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ബജറ്റ് വരുന്നത്. ഓരോ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും ആദായ നികുതി ഘടനയിൽ എന്തു മാറ്റമാണ് സംഭവിച്ചത് എന്നാണ് സാധാരണക്കാരായ ആളുകൾ ഉറ്റുനോക്കുന്നത്. This budget seeks to lay the foundation and give a blueprint to steer the economy over Amrit Kaal of the next 25 years. From India at 75 to India at 100. It continues to build on the vision drawn in the budget of 21-22. എന്താണ് ഈ ശനിയാഴ്ചത്തെ പ്രത്യേകത? ഈ ശനിയാഴ്ച കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റിനോട് അനുബന്ധിച്ച് ഈ ദിവസം നടക്കാൻ സാധ്യതയുള്ള വലിയൊരു മൂവിൽ റീറ്റെയിലേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പുതിയ സർക്കുലർ ഇറക്കി നമ്മളെ അറിയിച്ചത്. ഈ ശനിയാഴ്ച ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് നടക്കുന്നതാണ്. അപ്പൊ ഈ ശനിയാഴ്ചത്തെ ഈ ട്രേഡിംഗ് നമുക്ക് ഉപകാരപ്പെടുമോ അതോ കോർപ്പറേറ്റിന്റെ ഫേവറിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സർക്കുലർ? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമ്മളൊരു ഓപ്ഷൻ ബയർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ബഡ്ജറ്റ് ദിനത്തിൽ? എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ സ്റ്റോപ്പ് ലോസസ് എവിടെ വെക്കണം? നമുക്ക് എൻട്രി നല്ലത് എവിടെ എടുക്കാം? അതിനു മുന്നേ തന്നെ മാർക്കറ്റിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ബാക്ക് ടെസ്റ്റ് നമുക്ക് നടക്കും. ഓക്കെ, ഇപ്പോൾ ഒട്ടു സമയങ്ങൾക്ക് വീഡിയോയിലോട്ട് കിടക്കും. 2015 ഫെബ്രുവരി 28 അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റിൽ കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറയ്ക്കുകയും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയെ കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ചെയ്തത്. ഇന്നേ ദിവസം നിഫ്റ്റി പോസിറ്റീവാണ് ക്ലോസ് ചെയ്തതെങ്കിലും വരുന്ന ദിവസങ്ങളിൽ 4.5% ഇടിവാണ് ഉണ്ടായി. 2016 ബഡ്ജറ്റ് ഫെബ്രുവരി 29 അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ അവതരിപ്പിച്ചു. ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനുമായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത്. അന്നേ ദിവസം നിഫ്റ്റി 0.6% ഫോൾ ചെയ്തെങ്കിലും വരുന്ന ദിവസങ്ങളിൽ 11% മുകളിലേക്ക് ഉയരുകയാണ് ചെയ്തത്. 2017 ഫെബ്രുവരി 1 അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ഈ ബഡ്ജറ്റിൽ ടാക്സ് സ്ലാബിലെ റേറ്റിൽ വ്യത്യാസം കൊണ്ടുവരികയും ചെയ്തത്. ഇന്നേ ദിവസം നിഫ്റ്റി 1.8% ഉയരുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2018 ഫെബ്രുവരി 1 അരുൺ ജെയ്റ്റ്ലി തന്റെ അവസാനത്തെ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റിൽ MSM എംപ്ലോയ്മെന്റ് ജനറേഷനും ഇൻഫ്രാസ്ട്രക്ചറിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഈ ബഡ്ജറ്റിലാണ് LTCG അഥവാ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്നേ ദിവസം നിഫ്റ്റി 0.2% താഴുകയും വരുന്ന ദിവസങ്ങളിൽ 6% തുടർ താഴ്ചയുമാണ് ഉണ്ടായത്. 2019 ജൂലൈ 5 നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. എന്നാൽ ഇന്ററിം ബഡ്ജറ്റിന്റെ അതേ കോപ്പി പേസ്റ്റ് തന്നെയായിരുന്നു ഈ ബഡ്ജറ്റിലും ഉണ്ടായിരുന്നു. യാതൊരുവിധ ചേഞ്ച്മെന്റും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ നിഫ്റ്റി 1.1% ഫോൾ ആകുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ 8% തുടർ ഫോൾ ഉണ്ടാകുകയാണ് ചെയ്തത്. 2020 ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു. ഈ ബഡ്ജറ്റിലാണ് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി പുതിയ ടാക്സ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് മാർക്കറ്റിൽ വലിയൊരു കോടിളക്കം തന്നെ സൃഷ്ടിച്ചു. അന്നത്തെ ദിവസം 2.5% മാർക്കറ്റ് ഇടിവുകയും വരുന്ന ദിവസങ്ങളിൽ 3.5% തുടർ ഇടിവ് മാർക്കറ്റിൽ ഉണ്ടാകുകയാണ് ചെയ്തത്. 2021 ബഡ്ജറ്റ് ദിനം വളരെ റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു ദിവസമായിരുന്നു. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം ഇൻട്രാഡേ മൂവ് നിഫ്റ്റി 4.7% മൂവ് തരികയാണ് ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏകദേശം 4% പിന്നെയും ഒരു അപ്സൈഡ് മൂവാണ് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. 2023 ബഡ്ജറ്റ് ദിനത്തിൽ മാർക്കറ്റ് ഒരു മിക്സഡ് സെന്റിമെന്റ്സ് ആണ് കാണിച്ചത്. സെൻസസ് 2% മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി 0.26% താഴത്താണ് ക്ലോസ് ചെയ്തത്. 2022 ബഡ്ജറ്റ് വളരെ വോളറ്റൈലായിരുന്നു. ഇൻട്രാഡേ ട്രേഡേഴ്സിന് നിറയെ നഷ്ടങ്ങൾ സംഭവിച്ചൊരു വർഷമായിരുന്നു കഴിഞ്ഞത്. നിഫ്റ്റിയും സെൻസെക്സും ചെറിയൊരു നഷ്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് ഭൂരിഭാഗം ബഡ്ജറ്റ് ദിനത്തിലും മാർക്കറ്റ് ചെറിയൊരു ഫോളിലാണ് അവസാനിപ്പിക്കുന്നത്. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി റിക്കവർ ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇൻവെസ്റ്റേഴ്സിന് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റിക്കായിട്ട് നിൽക്കുക. പാനിക്കായി നിങ്ങളുടെ പൊസിഷൻസിനെ എക്സിറ്റ് ചെയ്യാതിരിക്കുക.
ഓപ്ഷൻ ബയേഴ്സ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഞാനിനി പറയാൻ പോകുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുക, ഫെബ്രുവരി 1 ശനിയാഴ്ചയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവും. ചിന്തിച്ച് നോക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്തിന് ശനിയാഴ്ച ഓപ്പൺ ആണ്, ശനിയാഴ്ച മാർക്കറ്റ് അവധിയാണ്. എന്നിട്ട് നമ്മളോട് NSEയും BSEയും അല്ലെങ്കിൽ അറിയിക്കുകയാണ് മാർക്കറ്റ് ഓപ്പൺ ആണ്, നിങ്ങൾ വരൂ, എല്ലാവരും ട്രേഡ് ചെയ്യും. ഈ സെയിം സ്ട്രാറ്റജി തന്നെയാണ് മൾട്ടി കമ്പനീസായ ഫ്ലിപ്കാർട്ടും ആമസോണും ചെയ്യുന്നത്. അവർ ചെയ്യുന്ന സ്പോണ്ടേനിയസ് സെല്ലിംഗ് ആണ്, അതായത് നമ്മളെ ആകർഷിക്കുകയാണ്. റിപ്പബ്ലിക് ഡേ സെയിൽ, ന്യൂ ഇയർ സെയിൽ, ക്രിസ്മസ് സെയിൽ, ഓണം സെയിൽ, ആ സെയിൽ, ഈ സെയിൽ നിങ്ങൾ ഇന്ന ഡേറ്റിനുള്ളിൽ വാങ്ങിക്കൊള്ളൂ, ഇന്ന ദിവസത്തിനുള്ളിൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടും. നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതോടുള്ള ഒരു ആകർഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കും 10,000 രൂപ ഒരു സാധനത്തിന് എനിക്ക് 5,000 രൂപ കിട്ടും, 6,000 രൂപ കിട്ടും. ആക്ച്വലി അതിൻ്റെ വില 4,000 രൂപയെ കാണുള്ളൂ. പക്ഷെ നമ്മളെ അറിയിക്കുകയാണ് 10,000 രൂപയുടെ സാധനമാണ്, അത് നിങ്ങൾക്ക് 5,000 രൂപ തരുന്നു. എല്ലാത്തിൻ്റെ പുറകിലും ബിസിനസ്സാണ്. NSEക്കും BSEക്കും നമ്മൾ എത്രത്തോളം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം പ്രോഫിറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുക, അത്രേ ഇവരുടെ മെയിൻ ലക്ഷ്യമായിട്ടുള്ളൂ. ഓക്കെ, പല റീറ്റെയിലേഴ്സ് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു ബ്രോക്കർ പോലും ഒരിക്കലും പറയില്ല നമ്മൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യരുതെന്ന്. അവർ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴേ എന്താണ് പറയുന്നത്, 100-ൽ 90 പേരും 95 പേരും നഷ്ടത്തിലാണ്. അപ്പോൾ ആവറേജ് ഒരു ട്രേഡിന് നഷ്ടം 50,000-ലാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ട്രേഡ് ചെയ്യുന്നോ അത്രത്തോളം നഷ്ടത്തിലേ പോവുകയുള്ളൂ, അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് ലാഭമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് അറിയാം അത്രയ്ക്കൊരു വോളറ്റൈലുള്ള ദിവസമായിരിക്കും. വോളറ്റൈലായിട്ടുള്ള ദിവസത്തിൽ ഓപ്ഷൻ ബയറിൻ്റെ സ്റ്റോപ്പ് ലോസസ് ഹണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ പോയിന്റ്, ആദ്യത്തെ മണിക്കൂറിൽ എൻട്രി എടുക്കാതിരിക്കുക. ഓപ്ഷൻ ബയർക്ക് വേണ്ടത് മൊമെന്റമാണ്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ മണിക്കൂറിലെ മൊമെന്റം ക്യാച്ച് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് സ്വന്തം ക്യാപിറ്റലിനെ വരെ വൈപ്പ് ഔട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആദ്യത്തെ മണിക്കൂറിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. 11 മണിക്ക് അടുപ്പിച്ചായിരിക്കും പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 11 മണിക്ക് ശേഷം മാർക്കറ്റ് ഹൈലി വോളറ്റൈലായിരിക്കും. അപ്പം മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആയതിനു ശേഷം ഒന്ന് സെറ്റിൽ ഡൗൺ ആകട്ടെ. കഴിഞ്ഞ വർഷത്തെ മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക, ഒരു സിംഗിൾ 3 മിനിറ്റ് ക്യാൻഡിൽ 800 പോയിന്റ് താഴ്ത്തു വരികയും അതുപോലെ തന്നെ 900 പോയിന്റ് 1000 പോയിന്റ് മുകളിലോട്ട് പോവുകയും ചെയ്തു. 800,000 പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ബയറുടെ എൻ്റെ ക്യാപിറ്റലിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ആ ഒരു വോളറ്റിലിറ്റി ഒന്ന് കഴിയട്ടെ. വോളറ്റിലിറ്റി ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിന് സെറ്റിൽ ഡൗൺ ആയതിനു ശേഷം ഏതെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം വീക്ക്നെസ് സ്പോട്ട് ചെയ്യണമെങ്കിൽ അവിടുന്ന് റിവേഴ്സൽ പോവുക. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത്, അതിനകത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് യൂട്യൂബ് വീഡിയോസിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് പ്രോഗ്രാം ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബേസിക് ടു അഡ്വാൻസ് ലെവൽ ട്രാപ്സ്, അത് കഴിഞ്ഞാൽ വോളിയം ട്രാപ്സ്, അത് കഴിഞ്ഞാൽ ട്രാപ്പ് ട്രേഡിങ്ങിന് മാസ്റ്റർ ക്ലാസ്, ഈ 3 മെമ്പർഷിപ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നമ്മളെങ്ങനെ ലിക്വിഡിറ്റി ആക്കുന്നു, അല്ലെങ്കിൽ ലിക്വിഡിറ്റികളെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ലിക്വിഡിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം, അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെ സേവ് ചെയ്യാം, പിന്നെ ഈ ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി, അതെല്ലാമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. സോ നിങ്ങൾ ജോയിൻ ചെയ്ത് കാണാവുന്നതാണ്. ഓപ്ഷൻ ബയർക്ക് വേണ്ടത് മൊമെന്റാണ്. അപ്പോൾ മൊമെന്റം വരുന്നതിന് മുന്നേ നമ്മൾ മാർക്കറ്റിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ മൊമെന്റ് എപ്പോൾ വരും? ആദ്യത്തെ മണിക്കൂറിൽ മൊമെന്റം വരാൻ സാധ്യത, അതിനുശേഷം 11 മണിക്ക് ശേഷം മൊമെന്റം വരാൻ സാധ്യത. ഇപ്പോൾ 11 മണിക്ക് ശേഷം മാർക്കറ്റിൽ സ്പീച്ച് നടക്കുന്നുണ്ടല്ലോ, സോ പാർലമെന്റിൽ സ്പീച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് വോളറ്റൈലായിരിക്കും. ആ വോളറ്റിലിറ്റി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം മാത്രമേ എൻട്രി എടുക്കാൻ തീരുമാനിക്കാം. ചാടി കയറി ഒരു നേക്കഡ് ഓപ്ഷൻ ബൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഒരു ലോജിക്കോട് കൂടിയുള്ള എൻട്രിയാണ്. വിത്തൗട്ട് ലോജിക്ക് ഒരിക്കലും ഓപ്ഷൻ ബൈ ചെയ്യാൻ പോകരുത്. നമ്മൾ ഓപ്ഷൻ സെല്ലറോ അല്ലെങ്കിൽ സ്ക്രാഡലോ സ്പ്രാങ്കിളോ അയൺ കോഡറോ അങ്ങനെ സ്ട്രാറ്റജീസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് IV ശ്രദ്ധിക്കുക, ഓപ്പൺ ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഫ്യൂച്ചർ ചാർട്ടും സ്പോട്ട് ചാർട്ടും കമ്പൈൻ ചെയ്ത് നോക്കുക. രണ്ടും ഒരുമിച്ച് നോക്കാൻ ശ്രമിക്കുക. രണ്ടിലെയും സപ്പോർട്ടും റെസിസ്റ്റൻസും മാറിക്കുക. എപ്പോൾ ഈ രണ്ടും ബ്രേക്ക് ആവുന്നു ആ സമയത്ത് റിവേഴ്സിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ലിക്വിഡിറ്റിയാണ്. നമ്മൾ എത്രത്തോളം ആകർഷിക്കുന്നു അത്രത്തോളം നമ്മൾ അതിൻ്റെ ലിക്വിഡിറ്റി ആയിട്ട് മാറുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെ ആകർഷിക്കപ്പെടുന്നു ആ ഏരിയ ലിക്വിഡിറ്റി ആവും, ആ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും. ആ സ്റ്റോപ്പ് ലോസസിനെ മനസ്സിലാക്കാനായിട്ട് ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്യുക. ഏത് ഏരിയയിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഏരിയയിൽ പുട്ടിനും കോളിനും ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഏരിയ നോട്ട് ചെയ്യുക. അതിനെ ആ സ്ട്രൈക്കിനെ മാർക്ക് ചെയ്യുക. അതിനകത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എവിടെ ഹണ്ട് ചെയ്യുന്നു, ഹണ്ട് ചെയ്തതിനു ശേഷം റിജക്റ്റ് ആവുന്നു ആ ഏരിയയിൽ നിങ്ങൾ എൻട്രി എടുക്കുക.
ചെയ്തേക്കാവുന്നതാണ്. ഒരിക്കലും ഒരു അത്യാഗ്രഹം മൂത്തുകൊണ്ട് ഓക്കെ ഞാൻ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയുണ്ട്, എല്ലാ പൈസക്കും ഞാൻ ഓപ്ഷൻ ബൈ ചെയ്തേക്കാന്ന് വെച്ച് ഒരിക്കലും ഇതിനകത്ത് വരരുത്. ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഡേ ആണ്. മാക്സിമം ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ആകും. അതുകൊണ്ട് തന്നെ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ആകാതെ സൂക്ഷിക്കുക, ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങളോട്. ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യൂ, എമോഷൻസിനെ കൺട്രോൾ ചെയ്യൂ. നിങ്ങൾ ഓപ്ഷൻ ബൈങ് അല്ലെങ്കിൽ അത് തൊട്ട് ഏതൊരു ഇവന്റ് ആയാലും ഈ ഇവന്റുകളെല്ലാം ഹൈപ്പുള്ള ഡെയിലി മാക്സിമം ട്രേഡിംഗ് ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ സേവ് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾക്ക് ഓപ്ഷൻ ബൈയിൽ നിന്ന് പൈസ നേടാൻ പറ്റും. അടുത്ത വീഡിയോ കാണുമ്പോൾ ഇവർക്കും നന്ദി, നമസ്കാരം.